ഓണപ്പൂവേ പൂവേ പൂവേ. പെരുന്തച്ഛനാണ് ചേട്ടന്റെ ആദ്യ സിനിമ. അല്ല, അഭിനയത്തിന്റെ കാര്യത്തിൽ ഒന്ന് കൊമ്പ് കോർക്കേണ്ടി വരും. കണ്ണാശ്രമത്തിലെ ശകുന്തള, അണ്ണാശുപത്രിയിലെ ശകുന്തളയോ? അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? എന്താ കഥാപ്രസംഗം എനിക്കറിയാം. നമസ്കാരം. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ഗോപു നന്ദലത് ജി മാർട്ടിന്റെ ഈ പുത്തൻ ചിരിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇവരുടെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ ഉപ്പേരിയൊക്കെ വറുത്തിട്ടാണ് വന്നതെന്ന്. എന്റെ ദൈവമേ, ഉപ്പേരി ആരെങ്കിലും വറുക്കുവോ? ഈ ഉപ്പേരി എന്ന് പറഞ്ഞാൽ എന്താണ്? കായ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മള് പിന്നെ എണ്ണയിലിട്ട് വറുക്കുന്നതാണ്. ഉപ്പേരി എടുത്ത് ആരെങ്കിലും വീണ്ടും വറുക്കുവോ? എന്റെ അശ്വതി, ഇതൊക്കെ ഓരോ ശീലം കൊണ്ട് നമ്മളങ്ങ് പറയുന്നതല്ലേ. ഈ ശീലം പറഞ്ഞപ്പോഴാണ് ഒരുപിടി നല്ല ശീലങ്ങളുടെ കൂട്ടായ്മയാണ്, ഓർമ്മപ്പെടുത്തലാണ് ഈ ഓണം എന്ന് പറയുന്നത്. അതുമാത്രല്ല, ഒരുപാട് ഓണവിശേഷങ്ങളും ഉണ്ട് നമ്മൾ എല്ലാവർക്കും. അതെ, ഇപ്പോൾ ഓണവിശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമയിലുള്ള ആൾക്കാർക്കൊക്കെ പറയാനുള്ള വിശേഷം എന്ന് പറയുന്നത് ഓണത്തിന് റിലീസായ സിനിമകളുടെ വിശേഷങ്ങളാണ്. ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുണ്ട് ഓണവിശേഷങ്ങൾ. ഓണമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളുണ്ട്. ഓണവില്ല്, ഓണപ്പാട്ട്, ഓണം കേറമൂല, ഓണക്കോടി, ഓണം ബമ്പർ, ഓണത്തല്ല്, ഓണനിലാവ്, ഓണപരീക്ഷ. അതെന്തായാലും ഈ പ്രാവശ്യം ഇല്ല. ശരിക്കും ഓണപരീക്ഷയില്ല. ഇപ്പൊ എല്ലാവരും സുഖിച്ചിരിക്കുകയാണ്. ഞാനൊക്കെ എൻ്റെ പഴയ കുട്ടിക്കാലം ഒന്ന് ഓർത്തു പോവുകയാണ്. ഇപ്പോഴും ജനിച്ചാൽ മതിയായിരുന്നു, പരീക്ഷയൊന്നും എഴുതണ്ടായിരുന്നല്ലോ. അല്ലാതെ പാസ്സാവാലോ അല്ലേ? അല്ലാതെ തന്നെ നമുക്ക് പാസ്സാവാൻ പറ്റുമായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാ, ഇത് മാത്രല്ല, ഓണമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ചൊല്ലുകളുണ്ട് മലയാളത്തില്. തീർച്ചയായിട്ടും ഒരുപാട് ചൊല്ലുകളുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത്തം പത്തിന് പൊന്നോണം, അത്തം കറുത്താൽ ഓണം വെളുക്കും, ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, ഓണം പിറന്നാൽ ഉണ്ണി പിറന്നാലും കോരഞ്ഞു കുമ്പിളിൽ തന്നെ കഞ്ഞി, ഓണത്തപ്പ കുടവയറ ഇന്നും നാളെയും പൊന്നോണം, കാട്ടുകോഴിക്കെന്താ ഓണവും സംക്രാന്തി, ഉള്ളതുകൊണ്ട് ഓണം പോലെ, ഉണ്ടെങ്കിൽ ഓണം അല്ലെങ്കിൽ ഏകാദശി, കാണം വിറ്റും ഓണമുണ്ണണം, പിന്നെ പാവി ചെല്ലുന്നിടം പാതാളം. അവസാനം എന്താ പറഞ്ഞ? പാവി ചെല്ലുന്നിടം പാതാളം. അതും ഓണമായിട്ട് എന്താ ചേട്ടാ ബന്ധം? ഉണ്ടല്ലോ, പാതാളത്തിൽ നിന്നാണല്ലോ നമ്മുടെ മഹാബലി ഇങ്ങ് കേരളത്തിലേക്ക് വരുന്നത്, ഓണത്തിന് വരുന്നത്. ചേട്ടാ, ചേട്ടന്റെ ഒരു അഭിപ്രായത്തില് ഈ മഹാബലി ഇപ്പോ ശരിക്കും വരികയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഏത് വഴിയായിരിക്കും നാട്ടിലേക്ക് വരുന്നത്? പാതാളത്തിൽ നിന്ന്. അത് പിന്നെ എല്ലാവർക്കും അറിഞ്ഞൂടെ. നാഷണൽ ഹൈവേ കണ്ടാൽ തന്നെ അറിയാലോ. കിണറല്ലേ കുഴിച്ചിട്ടിരിക്കുന്ന, റോഡല്ലല്ലോ, എല്ലാം പൊട്ടിപ്പൊളഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് മാവേലിക്ക് പാതാളത്തിൽ നിന്ന് പെട്ടെന്ന് വരാൻ വളരെ ഈസിയാണ്. തിരിച്ചു പോകുന്നത് ആ വഴിയല്ല പോകുന്നത്, അതൊരു വെറൈറ്റി വഴി ഇപ്പോൾ ഉണ്ട്. മെട്രോ റെയിൽവേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉഗ്രം തൂണുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് നേരെ ചെന്നത് പാതാളത്തിലാണ് ചെന്ന് മുട്ടുന്നത്. അതുകൊണ്ട് മാവേലിക്ക് തിരിച്ചു പോകാനും വളരെ എളുപ്പമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴമൊഴി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓണത്തെ ഈ കാണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുതിർന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ ഓഡിയൻസിന്റെ കൂട്ടത്തില്. സ്ഥലം, സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത്, ധനം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇന്നത്തെ വിശിഷ്ട അതിഥി ആരാന്ന് പറഞ്ഞാൽ ഒരു തമ്പുരാനാണ്, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടൻ തമ്പുരാൻ മനോജ് കെ ജയൻ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പോ, ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പോ, ഇതാ ഇതാ ഇതാ. അന്തർദാഹ സംഗീതമായി
സന്ധ്യാ പുഷ്പസൗരഭമായി അനുഭൂതികൾ തന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഒന്നാനം കുന്നിറങ്ങി വാ അത്തപ്പൂവും നുള്ളി കുത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നൊഞ്ഞാലിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിറങ്ങി വാ അത്തപ്പൂവും നുള്ളി കുത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നൊഞ്ഞാലിലാടി തെന്നലെ വാ ഒന്നാനാം കുന്നിറങ്ങി വാ. നമസ്തേ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ആണോ ചേട്ടാ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു പെട്ടെന്ന് കുടുംബം പറഞ്ഞു. നല്ലൊരു പെണ്ണിങ്ങനെ നിന്നപ്പോ ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമം നടത്തി. ഓക്കെ, അപ്പൊ ചോദിക്കുകയാണ് ചേട്ടാ, ഓണ വിശേഷങ്ങൾ പറയും. ഓണവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം, എൻ്റെ നാട്, എൻ്റെ വീട്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഇതാണ് പെട്ടെന്ന് ഓർമ്മ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മുടെ കുട്ടിക്കാലമാണ് ഓണത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എന്താ, മാവിലേറ്, പന്ത് കളി, വെട്ടുപന്ത് കളി. ഈ വെട്ടുപന്ത് കളിക്ക് നിന്നില്ല. ഇങ്ങനെ ചോക്കൽ പന്ത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് ഒറ്റയടി അടിക്കുക. ഈ പന്ത് അവിടെ പോയി വീഴുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇണ്ടൻ അടിക്കുക. ഇണ്ടൻ അടിക്കുക എന്നൊക്കെ കോട്ടയം ഭാഷ കേട്ടോ, ഇണ്ടൻ അടിക്കുക. അങ്ങനെയൊക്കെ ഉള്ളൊരു കളിയുണ്ട്. പിന്നെ പിട്ടുകളി, ഇങ്ങനെ കല്ലുകൾ അടുക്കി വെക്കും. അത് നിന്റെ നാട്ടിൽ വേറെ ഭാഷയായിരിക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് എറിഞ്ഞ് ഈ കല്ല് തെറിപ്പിക്കുക, കല്ല് ചെതറി വീഴുക, അത് ഓടിപ്പിണ്ണ വീണ്ടും അടുക്കി വെക്കുക. ഇങ്ങനെയുള്ള കളികൾ ഇതൊന്നും ഇന്നില്ല. എല്ലാം നിൽക്കുകയാണ്. ചെറുതിലേക്ക് വള്ളംകളി. വള്ളംകളിയൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് അല്ലേ? അതാണ് താഴത്തങ്ങാടിൽ ഒരു മത്സര വള്ളംകളിയുണ്ട്. അതിന് നമ്മൾ സ്ഥിരമായിട്ട് കാണാൻ പോകും. പക്ഷേ എന്റെ വീടിനോട് ചേർന്നൊരു മീനച്ചിലാറുണ്ട്. മീനച്ചിലാറ്റിലെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഓണത്തിനും ഉത്രട്ടാതിരന്ന് ഞങ്ങളുടെ ഇടവക ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുമാരനല്ലൂർ ദേവീക്ഷേത്രം. അപ്പൊ കുമാരനല്ലൂർ ദേവിയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര വള്ളത്തിൽ ഇങ്ങനെ വരും. ചുണ്ടൻ വെള്ളത്തിലാണ് ദേവിയുടെ വിഗ്രഹം. ബാക്കിയുള്ള ഓടി വെള്ളം, ചുരുളം വെള്ളം ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ കയറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട കൂട്ടുകാരുടെ എല്ലാം ആഗ്രഹം. ഈ വള്ളത്തെ കയറി തുഴയുക. ഇത് ഊരി ചുറ്റില്ല, ഒരു 5 കിലോമീറ്റർ ആ നാട് മുഴുവൻ ചുറ്റും. പിറ്റേ ദിവസം എണീക്കാൻ പറ്റില്ല, ഓരോക്കെ കാഴ്ചിട്ട് നന്നായിട്ട് തുഴയും. പക്ഷെ 7ാം ക്ലാസ് 8ലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഇവർ കേട്ടില്ല, വള്ളത്തെ കയറാറായില്ലെന്നുള്ള സാധനം. പക്ഷെ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു അംബിഷൻ, അച്ചീവ്മെന്റ് ആണ് വള്ളത്തെ കയറി തുഴയുക എന്നുള്ളത്. അത് ചുണ്ടനിലെത്തി തുഴയാന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവം. പക്ഷെ ഞാനിതിൽ എല്ലാത്തിനും കയറി, ചുരുളാനി കയറി, ഓടി കയറി, അവസാനം ഒരു വർഷം ഞാൻ ചുണ്ടലിലും തൊഴിൽ. ഓണം റിലീസ്, അതാണ് സിനിമക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണം റിലീസ് ആണ് ഒരു വലിയ സംഭവം. ഇങ്ങനെ കാത്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തന്നൊരു ഓണക്കാല റിലീസ്. ഓണം റിലീസ് ഞാൻ നായകനായിട്ട് കൂടുതൽ സമയം ചെയ്ത ഒരു കാലം 94 മുതൽ 99 വരെ. അപ്പൊ എനിക്ക് തോന്നുന്നു 94 ഞാൻ പാളയം എന്നൊരു സിനിമയിൽ, പാളയം ആ വർഷത്തെ ഓണത്തിനായിരുന്നു. മമ്മൂക്കയുടെ സൈന്യം, ലാലേട്ടന്റെ മിന്നാരം ഇത്യാദി പടങ്ങളുടെ കൂടെ ഈ പടം വിജയിച്ചു എന്നുള്ളത് ഭയങ്കര സംഭവമായിരുന്നു. ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം ഓണത്തിന് റിലീസാകുന്ന 2 മെഗാ ഹിറ്റ് ചിത്രത്തിലും ചേട്ടൻ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. 2005 എറണാകുളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളത്ത് ഷേണായിസില് അനന്തഭദ്രവും കവിതയില് രാജമാണിക്കും, 2 വീട്ടിവെട്ട് സിനിമ. അപ്പൊ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ചൊരു ഓണമാണ്. ഒരു സിനിമ നടൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച സീസൺ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനന്തഭദ്രവും രാജമാണിക്കും ഒരുമിച്ച് റിലീസ് ചെയ്ത ആ കാലമായിരുന്നു. ഭയങ്കര സന്തോഷം. രാജമാണിക്യത്തിന്റെ കാര്യം പറഞ്ഞാൽ അതേ നിൽക്കല്ലേ, മമ്മൂക്കയുടെ ടീച്ചറാണ്. മമ്മൂക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറയുന്ന ആളാണ്. പക്ഷെ എന്നാലും എന്നെക്കാൾ ഗംഭീരമായിട്ട് മമ്മൂക്ക അസാധ്യമായിട്ട് പറയും. 45 ദിവസത്തെ ഷെഡ്യൂളാണ്. അപ്പൊ പിന്നെ സുരാജ് അവിടെ ഉണ്ട്. മമ്മൂക്ക തകർക്കുന്നു, സുരാജ് പോയി പറഞ്ഞു കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. കുറേ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ സുരാജ് മാറി, ഒരു മൂലയ്ക്ക് മാറുന്നു. കരച്ചിലിന്റെ വക്കിലാണ്. അപ്പൊ എനിക്ക് വിഷമം തോന്നി. ഞാൻ സുരാജ് ഇങ്ങനെ
വന്നു. എന്താണ് പ്രശ്നം? നീ ആകെ വിഷമത്തിലാണ്, എന്താ എൻ്റെ കാര്യം എന്താ എന്ന് പറയാ. പൊന്നു ചേട്ടാ വന്ന് പെട്ടുപോയി ചേട്ടാ, ആകെ പെട്ടിരിക്കുക. അതായത് എന്ത് പറ്റി? അല്ലെന്നേ, ഞാൻ ഈ പടത്തിന് വരുമ്പോൾ 10-25 ദിവസം മാക്സിമം കൊടുത്താണ്. പക്ഷേ ഇതിപ്പോൾ 45-55 ആവുന്നൊക്കെ പറഞ്ഞു. ചേട്ടാ ഒരുപാട് പ്രോഗ്രാമുള്ള ചേട്ടാ, ഒരുപാട് പ്രോഗ്രാം എല്ലാം കളഞ്ഞു വിളിച്ച് അവിടെ നിൽക്കുകയാണ്. എനിക്ക് ഒരു പ്രോഗ്രാമിന് 10,000 രൂപ കിട്ടും ചേട്ടാ. പറയാം 15,000 രൂപ കിട്ടുന്നത് ഭയങ്കര സംഭവമായിട്ട്. അത് അന്നത്തെ സുരാജിൻ്റെ ഭയങ്കര വലിയ ശമ്പളം തന്നെയാണ്. പക്ഷേ അതൊക്കെ കളഞ്ഞിട്ട് നിന്ന ആള്, ആ നഷ്ടബോധത്തിൽ അന്ന് വിഷമിച്ച ആള് ഇന്ന് എവിടെ എത്തി? താങ്ക് യു. അതെല്ലാം ദൈവം. ആ ദുഃഖം അന്ന് കൂടെ ഉണ്ടായിരുന്നതാണ് മനോജേട്ടൻ. മനോജേട്ടനെ ശരിക്കും അതിൽ ആ വില്ലൻ ക്യാരക്ടർ എൻ്റെ അമ്മ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ രാജശെൽവം എന്താ ഇടിവെട്ട് ക്യാരക്ടർ. അവന്റെ ആ കൂളി ഒരു ഒടുക്കത്തെ കൂളിംഗ് ഗ്ലാസ് അറിയാം. മലയാള സിനിമയിലെ തമ്പുരാൻ, കുട്ടൻ തമ്പുരാൻ, ശരിക്കും ഒരു ക്യാരക്ടർ ഇത്രയും ക്ലിക്കാവുന്ന വേറെ വളരെ വിരളനെണ്ണാവുന്ന താരങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ഒരു സിനിമയല്ല, ക്യാരക്ടറിലൂടെ ജനങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ സർഗത്തിലെ കുട്ടൻ തമ്പുരാനാണോ ആദ്യത്തെ സിനിമയുടെ രംഗപ്രവേശം? ആ ഒരു തെറ്റിദ്ധാരണ ഇന്ന് അവിടെ പൊളിക്കുകയാണ്. അതല്ലേ കുട്ടൻ തമ്പുരാനോ സർഗവുമല്ല എൻ്റെ ആദ്യ സിനിമ. പിന്നെ പക്ഷേ ഈ ക്യാരക്ടറും ഈ സിനിമ ഇത്രയും ജനമനസ്സുകളിലേക്ക് കയറി കൂടിയുണ്ട് എൻ്റെ അതിനു മുമ്പുള്ള സർവ്വ പടങ്ങളും പൊലിഞ്ഞുപോയി അല്ലെങ്കിൽ മറന്നുപോയി പറയാം. കാരണം ഇതിന്റെ ഈ തിളക്കത്തില് അതിനു മുമ്പ് ഞാൻ ഉത്സവമേളം, ചക്രവർത്തി, കടലോരക്കാറ്റ്, മറ്റേ മറുപുറം, അനന്തവർത്താന്തം, പെരുന്തച്ചൻ ഭയങ്കരമായിട്ട് എന്റെ ആദ്യത്തെ ബ്രേക്ക് എന്ന് പറയാം. കാരണം പെരുന്തച്ചൻ കണ്ടിട്ടാണ് സർഗത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പൊ അതാണ് പെരുന്തച്ചനാണ് ചേട്ടന്റെ ആദ്യ സിനിമ? അല്ല, അതുമല്ലേ? അല്ല, അതും എന്റെ പൊന്നെ ഒന്ന് പറ. അതിന് മുമ്പ് അപ്പൊ ഉണ്ടോ ശരിക്കും? അതിന് മുമ്പ് ബാലനിലുണ്ടോ? ഇല്ല. മറുപുറം, അനന്തവർത്താന്തം, അതിനു മുമ്പ് ഒരു സിനിമ. അതാണ് എന്റെ ആദ്യത്തെ സിനിമ. അതായത് മാമലകൾക്കപ്പുറത്ത്. ഞങ്ങള് സുഹൃത്തുക്കൾ എല്ലാരും കൂടെ പിരിവിട്ടെടുത്ത സിനിമയാണ്. അത് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ അതിനകത്തൊരു പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. ഏതായിരുന്നു? ബള നല്ല കുപ്പി ബള ബാങ്കിത്തരും നാന്, മാല നല്ല കല്ലുമാല ബാങ്കിത്തരും നാന്, ബള നല്ല കുപ്പി ബള ബാങ്കിത്തരും നാന്, മാല നല്ല കല്ലുമാല ബാങ്കിത്തരും നാന്, പൈക്കിഞ്ചോ 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 പൈക്കിഞ്ചോ. ഈ പാട്ട് അയ്യോ എല്ലാവർക്കും അറിയാലോ. ഈ പാട്ട് കേട്ടിട്ടുണ്ട്. കാരണം ഇത് ഹിറ്റാണ്, ദാസേട്ടൻ പാടിയ പാട്ടാണ്. എന്റെ പൊന്നേട്ട ഇത്ര ഹിറ്റായ ആ പാട്ടിലായിരുന്നു ചേട്ടൻ ആദ്യമായിട്ട് വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. ആ സിനിമയിലെ എന്റെ സുഹൃത്താണ് സംവിധായകൻ അലി അക്ബർ. അലി അക്ബറിന് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് മികച്ച പുതുമുഖ സംവിധായകൻ. ഈ രാജമാണിക്യത്തിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, ഒരു ടി വിക്കാർ വന്നിട്ട് മമ്മൂക്കായെ കൊണ്ട് പാടിപ്പിക്കണം. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ ചേട്ടനെ സ്വാധീനിക്കുന്നു. ആ കഥ ഒന്ന് പറയണം. രാജമാണി സുരാജയുടെ സെറ്റിലുണ്ട്. അപ്പം ഞാനവിടെ രാവിലെ ലൊക്കേഷനിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഒരു പ്രമുഖ ചാനലിൻ്റെ കുറച്ച് ആൾക്കാർ കാറിൽ വന്ന് അവിടെ വട്ടം ചുറ്റി നിൽപ്പുണ്ട്. ഞാൻ ന്യൂട്രൽ കാര്യം അറിഞ്ഞു, എന്താണ് അവരുടെ ഉദ്ദേശം. അപ്പം ഞാൻ അറിഞ്ഞു മമ്മൂക്കായെ വെച്ചിട്ടൊരു ഓണം എപ്പിസോഡ് ചെയ്യാനുള്ള ഒരു 1/2 മണിക്കൂർ എപ്പിസോഡ്. പറഞ്ഞാൽ വിഷയം മമ്മൂക്കായുടെ മനസ്സിലുള്ള സംഗീതം. പറ്റുമെങ്കിൽ മമ്മൂക്ക കൊണ്ട് 4-5 പാട്ടും പാടിക്കണം. അപ്പോഴേ ഞാൻ ഓർത്തു ഇത് നടക്കുന്ന കേസല്ല, മമ്മൂക്ക ആ ഏരിയയിൽ അടുപ്പിക്കുകയില്ല. അപ്പം മമ്മൂക്കായി ഒരു വട്ടം ചുറ്റിയിരിക്കുന്നു. നമുക്ക് അത് നടക്കില്ല, നടക്കാത്ത കാര്യങ്ങളൊക്കെ ഞാനത് ശരിയാത്തില്ല. എന്തെന്ന് നടക്കും? ഞാൻ പാട്ടുകാരനാണ്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ അവരെ ഇട്ട് വരട്ടണമൊക്കെയുണ്ട്. അവസാനം മമ്മൂക്ക സമ്മതം മൂടിയെന്നറിഞ്ഞു. പക്ഷേ ഈ പാര എൻ്റെ നെഞ്ചത്തോട്ട് വരുന്നു. എനിക്ക് മനസ്സിലായി. ഇവർ എൻ്റെ അടുത്തോട്ട് വരുന്നു. എന്താ കാര്യം മനസ്സിലാവുന്നില്ല. ഈ ഗ്രൂപ്പ്, ഈ ചാനലിലെ ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നു. ചേട്ടാ ഒരു ഭയങ്കര സഹായം ചെയ്യണം. ചേട്ടൻ സഹായം ചെയ്യണം. ഇത് മമ്മൂക്ക സമ്മതിച്ചു, ഈ സംഭവം പാട്ടിൻ്റെ സാധനം ചെയ്യാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഒരൊറ്റ കാര്യത്തിലാണ് സമ്മതിച്ചിരിക്കുന്നത്. മനോജ് കെ ജയൻ കൂടെ വന്ന് എൻ്റെ കൂടെ ആങ്കർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മനോജ് കെ ജയൻ എൻ്റെ കൂടെ വന്ന് പാടുകയും എൻ്റെ പാട്ടിനെ കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പം ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, നമുക്കിവിടെ അങ്ങോട്ട് മാറി നടക്കാം. ആ പാട്ടങ്ങ് എടുക്കാം. ഇവിടെ നിന്ന് എടുക്കാൻ ഇവിടെ ഒന്നും നടക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാം, കുറച്ചങ്ങോട്ട് മാറാം. എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്, ഒരാൾപ്പാർപ്പും ഇല്ലാത്ത നമ്മൾ സാധാരണ മൂത്രം ഒഴിക്കാനൊക്കെ നിർത്തിയില്ല വണ്ടിയിൽ പോകുന്നത്. ഇവിടെ നിർത്തി ഒന്ന് മൂത്രം ഒഴിക്കണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തി
പോവാ ഇങ്ങനെ വണ്ടി കാട്ടിനത്ര പോവാ. അപ്പൊ ഞാൻ കുറച്ച് പാട്ട് പാടാനായിട്ട്. പാട്ട് പാടാൻ പോവാ. ബാക്കിൽ നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ എടുക്കാം. ഇവിടെ പറ്റില്ല നമുക്കറിയാം ഇവിടെ പറ്റില്ല. അങ്ങനെ ഒരു ആൾ താമസമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തുന്ന അവിടെ ഇറങ്ങുന്നു. ആ ക്യാമറ വെച്ചോ, ക്യാമറ വെച്ചോ. ചോദിച്ചു. അല്ല ഏത് പാട്ടാണ് ഇഷ്ടം? എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഹൃദയസരസിൽ എനിക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരിക. അങ്ങനെ അത് ശരിക്കും ഈ റിയൽ ആയിട്ട് അദ്ദേഹം അത്രയും ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. അതെല്ലാം അവിടെ ഞാൻ പറഞ്ഞ് പാടിപ്പിക്കുകയും ചെയ്തു. പാടിക്കൂ, മമ്മൂക്ക പാടാണ്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയോ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയോ, നീ പറയോ. ഇപ്പൊ ഞാൻ പാടിപ്പോ എനിക്ക് തെറ്റുപറ്റിയില്ലേ? അദ്ദേഹത്തിന് ഒരു ഒറ്റ വരി തെറ്റിട്ടില്ല. മനോജ് കെ ജയൻ ചേട്ടന്റെ പ്രിയപ്പെട്ട ആരാധകർ ഇതാ ഒരുപാട് സന്തോഷിച്ചിരിക്കുകയാണ്. ഇനി മനോജ് ചേട്ടന്റെ പെർഫോമൻസ് ഇനിയുമുണ്ട്, കഴിഞ്ഞിട്ടില്ല. കുറച്ചു നേരം നമുക്ക് അവിടെ താങ്ക് യു. മനസ്സിലായില്ല ആരാ? എന്റെ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല മനസ്സിലായില്ല. മുനീറോ? മുനീറല്ല, മുനീർ ജാഫറൊന്നും അല്ല, മുനി, MAUNI, മുനി. അത് മനസ്സിലായി. ഈ മുനി എന്താ ഇവിടെ? മുനി മനസ്സിലായില്ല. ഇവിടെ വരാൻ ഞാൻ ഒരു ബലാസംഗത്തിന്റെ ഒക്കെ ആശാനാ. ബലാത്സംഗത്തിന്റെ ബാലയ സംഘത്തിന്റെ ആശാനാണ്. ഓ ബാലയ സംഘത്തിന്റെ അങ്കമാലി അരിമന തീറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രൊപ്പറേറ്റർ ആൻഡ് വിത്ത് പെയിന്റേഴ്സ്. അതെന്താ ഈ വിത്ത് പെയിന്റേഴ്സ്? പ്രൊപ്പറേറ്റർ വിത്ത് പെയിന്റേഴ്സ് എന്താ? ഈ ബാലി ഇല്ലാത്ത ദിവസം പെയിന്റിംഗ് പണിക്ക് പോകും, അതുകൊണ്ടാണ് പെയിന്റർ. എന്റെ ശരിയായ പേര് വെള്ളത്തുവൽ ഗോപി. ഓ എന്റെ പൊന്നു മുനീറേ. മുനീറല്ല, അല്ല ജാബറേ. ജാഫറല്ലെന്ന്. അല്ല മധു. മധു അല്ലെന്ന്. ആരാ? ഗോപി. എന്റെ പൊന്നു ഗോപി, നിങ്ങളുടെ തൂവല് വെളുത്തതാണോ കറുത്തതാണോ എന്നൊന്നും നമുക്ക് അറിയണ്ട. നിങ്ങൾ എന്താ ഇവിടെ വന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെ മനസ്സിലായിട്ടില്ല. ഇല്ല. അന്നേ സുരാജേട്ടന്റെ വണ്ടി പഞ്ചറായിട്ട് റോഡിൽ കിടന്ന ഓർമ്മയുണ്ടോ? കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം അന്ന് ഞങ്ങൾ ബാലയെ കഴിഞ്ഞൊരു വരവ് വന്ന ഓർമ്മയുണ്ടോ? സെക്കൻഡ് കളിക്ക് പോയത്. വയറ്റില സെക്കൻഡ് കളിക്ക് പോയത്. അതെ. അപ്പൊ തന്നെ സുരാജ് പറഞ്ഞു ഒന്ന് സഹായിക്കണം. അതെ, എന്റെ വണ്ടി പഞ്ചറായി. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. രണ്ട് മുനിമാരിറങ്ങി ജാക്കി വെച്ചില്ലേ? ഈ മന്ത്രിയല്ലേ ടയർ ഊരി വെളിയിലോട്ട് തന്നത്? ഓ മന്ത്രി ശരിയാ. രണ്ട് മുനിമാരി ഒന്ന് ജാക്കി വെച്ച് പൊക്കി. ഈ മന്ത്രി ടയർ ഊരി വെളിയിൽ വന്നു. ദുഷ്യന്തനാണ് പഞ്ചറൊട്ടിച്ചത്. ഓർമ്മയുണ്ട് ദുഷ്യന്തൻ. അത് കാറ്റിലായിട്ട് ദുഷ്യന്തൻ അവിടെ ഊരി വീർപ്പിച്ച് പിന്നെ ആ വണ്ടി പറഞ്ഞു വിട്ടാ. മനസ്സിലായി. എല്ലാം റെഡിയാക്കി തരുമ്പോ സന്തോഷത്തിന് സുരാജേട്ടൻ പറഞ്ഞു, ഇങ്ങനെ പഞ്ചറൊട്ടിച്ചാൽ നടന്നാ മതിയോ, ഞങ്ങളുടെ കൂടെ സിനിമയിലൊക്കെ അഭിനയിച്ചു കൂടെ എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇനി ഞാൻ ഡയറക്ടർ വിളിച്ചു, ഒരു നല്ല വേഷമുണ്ട്, ഒരു സെക്കൻഡ് ഹീറോയുടെ വേഷമുണ്ടെന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞായിരുന്നു, അത് കിട്ടിയോ പുള്ളി? കിട്ടിയോ? ഞങ്ങള് ദുഷ്യത്തിന് സെക്കൻഡ് ഹീറോയുടെ വേഷം കിട്ടി. ഓ അത് ശരി. അപ്പൊ എന്തായാലും ഒരുപാട് ബാലയിൽ പുള്ളി പോവാണ്. 30 വർഷമായിട്ട് പുള്ളി ഈ വേഷം ചെയ്തോണ്ടിരിക്കുന്ന ആളാണല്ലോ. ദുഷ്യന്തന്റെ. നിങ്ങളുടെ ബാലയ സമിതി നിർത്തിയിട്ട് നേരെ സിനിമയിലേക്ക് പോവാണ്. ഞങ്ങളാരും പോകുന്നില്ല, പുള്ളിക്കാരൻ പോവാണ്. അപ്പൊ പുള്ളിക്ക് ഒരു നല്ല യാത്ര കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല അത് ഇവിടെ വെച്ചെന്തിനാ? സമിതിയുടെ ഓഫീസിൽ ചെയ്താ പോരെ? അത് ഓഫീസിൽ വെച്ചാകുമ്പോ ആൾക്കാരില്ലല്ലോ. ഇവിടെ ആകുമ്പോ ക്രൗഡ് ഉണ്ട്, ക്യാമറ ഒക്കെ ഉണ്ട്, എന്നെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാൻ. അതുപോലെ പുള്ളിക്ക് സിനിമ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിലൊരു കുന്തളിപ്പായി. പൈസയൊക്കെ ഞാൻ മുടങ്ങിക്കോളാം, നമുക്ക് വലിയ സെറ്റപ്പ് നടത്താന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ വെച്ച് നടത്തിക്കോളൂ. ദുഷ്യന്തൻ വരുമോ? ശരി എന്നാ. ആയിക്കോട്ടെ. പിന്നെ ഒരു കാരണവശാലും ആ ദുഷ്യന്തനെ നമ്മൾ പറഞ്ഞു വിടരുത് സിനിമയിലോട്ട്. അങ്ങേര് സിനിമയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാലയെ പൊളിഞ്ഞു. എന്തെങ്കിലുമൊക്കെ തന്ത്രം കാണിച്ച് ഇവിടെ പിടിച്ചു നിർത്തണം. മുതലാളിയുടെ മിടുക്കാതെ കേട്ടല്ലോ. ഹാസൻ എന്നെ അനുഗ്രഹിക്കണം, ഹാസൻ എന്നെ അനുഗ്രഹിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, രക്ഷപ്പെടും. അതെ, നീ ആരാന്നാ പറഞ്ഞേ?
30 വർഷമായിട്ട് ദുഷ്യന്തന്റെ വേഷം ചെയ്യുന്ന ഞാനല്ലേ ആശാനെ, എന്ത് ചോദ്യമായത്? നീ ദുഷ്യന്തനല്ല ദുർഗന്ധന, ഇതൊന്നും ഉണ്ട് കഴുകാൻ മേലാണ്. എനിക്കാണെങ്കിൽ ബിജുവണ്ണ ഈ സിനിമ കിട്ടിയെന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് എന്റെ ബിജുവണ്ണ. എന്താ വിളിച്ചേ? ബിജുവണ്ണ എന്നെ വിളിച്ചു കേട്ടോ ആശാനെ? ബിജു അണ്ണാന്ന് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളാണ് ഞാൻ. സെക്കൻഡ് ഹീറോ ആയിട്ട് എനിക്ക് അവസരം കിട്ടിയ ആളെയാണ് ഇപ്പം വിളിച്ചത് ബിജു അണ്ണാന്ന്. മേലാ വിളിച്ചു പോകരുത്. തേക്കടി ബിജു സാർ. സിനിമയിൽ അഭിനയിക്കാൻ പോവാൻ സെക്കൻഡ് ഹീറോ ആണ്. തേക്കടി ബിജു സാർ എന്നേ വിളിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അല്ല ബിജു, അതെ ഞാനേ, നീ പോകാൻ തീരുമാനിച്ചോ? പിന്നെ പോകാതെ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് യാവാനും. സിനിമയിൽ നല്ലൊരു അവസരം കിട്ടിയപ്പോ ഞാൻ പോകണ്ടേ? എടാ ബിജു, നീ ഒന്ന് ആലോചിക്കണം. എന്ത്? ഓണാഘോഷ പരിപാടിയൊക്കെയാണ്. ഞാൻ പരിപാടി ബുക്ക് ചെയ്തിട്ടപ്പോ നീ പോയി കഴിഞ്ഞാൽ എല്ലാം കുളമാവും. ആശാൻ ഈ പരിപാടി ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഇനി എന്നാ അടുത്ത പരിപാടി? മീനപ്പരണിക്ക്. കണ്ടോ, മീനപ്പരണിക്കേ ഉള്ളൂ. ഇനി 11.5 മാസം കിടക്കുക. എന്റെ ആശാനെ, ഈ 11.5 മാസം കൊണ്ട് ഒരാളെ പഠിപ്പിച്ചെടുത്താ പോരെ? ഞാൻ സിനിമയിൽ പോയി രക്ഷപ്പെടട്ടെ. എടാ പഠിപ്പിച്ചെടുത്താ നിന്നെ കൂട്ടാവോ അവര്? ആവോ? അതേതായാലും ആകത്തില്ല. ആര് വന്ന് ഈ വേഷം ചെയ്താലും ഞാൻ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന പോലെ അതാവില്ല. അതാര് ചെയ്താലും ശരിയാവില്ല. ഞാൻ തന്നെ ചെയ്യണം. അതല്ല അഭിനയിച്ച് ഫലിപ്പിക്കുന്നതല്ല. പിന്നെ നിന്നോടാണെങ്കിൽ കടം പറയാലോ. പുതിയ ആളോട് കടം പറയാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത്. എനിക്ക് സിനിമയിൽ നല്ലൊരു അവസരം കിട്ടിയപ്പോ എല്ലാവർക്കും അസൂയയായി. ഇതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു ഇവിടുന്ന്. മനസ്സിലായോ? എന്ത്? നീ സിനിമ ചെന്ന് രക്ഷപ്പെടുമ്പോ ഞങ്ങളെ കൂടെ ഓർക്കോടാ. എന്തുവാണ് ഈ പറയുന്നത്? ഞാൻ മനസാക്ഷി ഇല്ലാത്തവനാണെന്നാണ് വിചാരിച്ചത് അല്ലേ? അണ്ണാ, ഞാൻ വന്ന വഴി ഒന്നും മറക്കുന്ന ആളല്ലണ്ണ. പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ മാട്ട സമിതിയിൽ നിന്ന് തലയും വലിച്ചുകൊണ്ട് എങ്ങോട്ടേലും പോകണം. വർത്താനം പറയണം. എന്ത് വർത്താനം ഈ പറഞ്ഞ? മാട്ട സമിതിയോ? പിന്നല്ല, സ്വർണ്ണ സമിതി. സ്വർണ്ണക്കട്ടി പണി തൊട്ടേ. നിനക്കിപ്പോ സിനിമ കിട്ടിയത് ഈ ട്രൂപ്പുകാരനാട്ടോ. ആ സുരാജിന്റെ വണ്ടി കേടായത് ഈ ട്രൂപ്പിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താ. അത് നീ മനസ്സിലാക്കണം. അതെ, ട്രൂപ്പിന്റെ ഗുണമല്ല, എനിക്ക് പഞ്ചറൊട്ടിക്കാൻ അറിയാവുന്നതുകൊണ്ടാ എനിക്ക് അവസരം കിട്ടിയത്. മനസ്സിലായോ? നമസ്കാരം. ഞാനും സിനിമയിലേക്ക് കാല് വെച്ച് തുടങ്ങി. സന്തോഷം. നിങ്ങളെപ്പോലുള്ള വളരെ മികച്ച നടന്മാർ, പ്രത്യേകിച്ച് ദുഷ്യന്തന്റെ വേഷം ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള നടന്മാരെ മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും. ദുഷ്യന്തനായി ഞാൻ മലയാള സിനിമയിലേക്ക് കാൽ വെച്ച് കഴിഞ്ഞോ? ഇനി ലൊക്കേഷനിൽ വെച്ച് നമ്മൾ ചിലപ്പം കാണേണ്ടി വരും. മിക്കവാറും കാണേണ്ടി വരും. അഭിനയത്തിന്റെ കാര്യത്തിൽ ഒന്ന് കൊമ്പ് കോർക്കേണ്ടി വരും. ഓ, ആയിക്കോട്ടെ, സന്തോഷല്ലേ? അല്ല, കൊമ്പ് കോർക്കാൻ നീ എന്നെ മുട്ടനാടോ കണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്റെ ഒരു ആഗ്രഹമാണ്. പറഞ്ഞോട്ടെ. എനിക്ക് നിങ്ങളുടെ ഈ മനോഹരമായ ഈ ദുഷ്യന്തൻ നാടകമല്ല ബാലെ, എനിക്ക് ഒന്ന് പരിപൂർണമായിട്ട് വൃത്തിയായിട്ടൊന്ന് കാണുന്നുണ്ട്. പറ്റുമോ? മൊത്തമായിട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും അതിപ്രധാനമായ ഒരു രംഗം ഞങ്ങൾ അവതരിപ്പിച്ച് കാണിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. അതായത് ദുഷ്യന്ത മഹാരാജാവിനെ തിരക്കി കണ്ണു മഹർഷിയും ശകുന്തളയും ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന ആ രംഗം ഒന്ന് അവതരിപ്പിച്ച് കാണിക്കാം. വളരെ മർമ്മപ്രധാനം. റെഡിയല്ലേ? എല്ലാ സന്നാഹങ്ങളും ഒന്ന് റെഡിയാക്കൂ. എനിക്ക് സിനിമയിൽ പോകാനുള്ളതാണ്. ഓക്കെ. നാടുവാഴും കാലം പെരുമകൾക്ക് പേര് കേട്ട ദുഷ്യന്ത മഹാരാജാവ് എഴുന്നള്ളുന്നേ. ചെറിയൊരു കഫക്കെട്ടുള്ളതുകൊണ്ട് പഴയതുപോലെ ശരി അങ്ങോട്ട് ഏക്കുന്നില്ല. അല്ലേ മന്ത്രി? അതെ രാജീവേ. രാജീവോ? അല്ല, രാജാവേന്ന്. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണത്? അയൽ രാജ്യത്ത് നിന്നും ഒരു മുക്കുവ ശ്രേഷ്ഠൻ വന്നിരിക്കും. എവിടെയാണ്? ഉദ്യാനത്തിൽ. ഇങ്ങോട്ട് വിളിക്കണ്ട. വിളിച്ചാൽ അവൻ ആ മീന്റെ കാശ് ചോദിക്കും. അങ്ങനെ ചെയ്യാം മഹാരാജൻ. അങ്ങനെ ചെയ്യണം മഹാമന്ത്രി. മഹാരാജൻ, ആരടാ അത്? അങ്ങേ വയറ് കാണിക്കാൻ ഒരു ആശ്രമകന്യയും പിതാവും കൂടി വന്നിരിക്കുന്നു. എന്തിന്? സാധാരണ എല്ലാവരും നമ്മെ മുഖമല്ലേ കാണിക്കുന്നത്? കാണിക്കാൻ തയ്യാറായി ഓരോരുത്തർ വന്നാൽ കാണുകയല്ലാതെ വേറെ എന്ത് ചെയ്യും രാജൻ? രാജൻ, അവൾ ഗർഭിണിയാണ്. അപ്പോൾ വയറല്ലേ കാണിക്കേണ്ടത്? മഹാമന്ത്രി, എനിക്കൊരു സംശയം. എന്താ പ്രഭേ? പ്രഭയോ? അല്ല പ്രഭു. എന്താ പ്രഭു? ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന രാജാവാണോ അതോ പ്രസവം എടുക്കുന്ന ആളാണോ? അതല്ല പ്രഭു, അവരെന്തോ സങ്കടം ബോധിപ്പിക്കാൻ വന്നതാണ്. സങ്കടം പൊതിക്കാനോ? പൊതിക്കാൻ സങ്കടം എന്താ, തേങ്ങയാണോ? പൊതിക്കാനല്ല, ബോധിപ്പിക്കാൻ. ഓഹോ, എങ്കിൽ കയറി വരാൻ പറയൂ. കയറി വന്നാലും മഹാമന്ത്രി, ദേ നോക്കിയേ, ഇതാരൊക്കെയായി വരുന്നതെന്ന്. എവിടെയായിരുന്നു ഇത്രയും കാലം? ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു അല്ലേ? ആഹാ, രാജൻ ഇവരെയൊക്കെ അറിയൂ? ഓ, എവിടെ? ആരാ ഇവരൊക്കെ? എന്തിനിവിടെ വന്നു?
എടി പെണ്ണെ, ആളിത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാള്. സ്ഥലമൊന്നും മാറിയിട്ടില്ലല്ലോ. ഇല്ല, എനിക്ക് ഉറപ്പാ. മരുമോനെ, ഇവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഓർമ്മയുണ്ടോ ആ മുഖമൊന്ന്? ഓ, മനസ്സിലായി. പല്ലനയിലെ ഗോപിക തമ്പുരാട്ടി അല്ലേ? ഈരാറ്റുപേട്ടയിലെ മൃണാളിനി അല്ല. ഗൗരി, ലക്ഷ്മി, നന്ദിനി അല്ല അല്ല അല്ല. ഷോ പിന്നെ നീ ഏതാ കൊച്ചേ? അങ്ങയുടെ മകളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത്? കണ്ണാശ്രമത്തിലെ ശകുന്തള. കണ്ണാശുപത്രിയിലെ ശകുന്തളയോ? അപ്പോ ആള് നേഴ്സാണല്ലേ? കണ്ണാശുപത്രി അല്ല, കണ്ണാശ്രമത്തിലെ ശകുന്തള എന്ന്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല. നീ ഒന്നോടെ സൂക്ഷിച്ചു നോക്കിയേ, ഇത് തന്നെയല്ലേ ആള്? തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. ദേ, ഒരൊറ്റ പ്രാവശ്യം കണ്ടാ മതി, എനിക്ക് ആളെ തെറ്റത്തില്ല. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്നെ ഓർമ്മയില്ലേ? ദേ, എന്റെ ഈ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അങ്ങാണ്. രാജൻ, ഈ അങ്ങെന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും രാജൻ? മനസ്സിലായില്ലേ? അങ്ങ് ദൂരെ, അങ്ങോണ്ട്. അതല്ല, കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന്. എന്ത്? വൃത്തികെട്ടവൻ. തന്റെ മുഖവിനെ എനിക്ക് കാണണ്ട. താൻ കൂടും കുടുക്കയും എടുത്തുകൊണ്ട് ഇന്ന് ഇറങ്ങിക്കോണം ഇവിടുന്ന്. കണ്ണിച്ചോരയില്ലാത്ത വൃത്തികെട്ടവൻ. ശാപം. അയ്യോ രാജൻ, അവൾ വിരൽ ചൂണ്ടിയത് എന്റെ നേരെയല്ല, അങ്ങയുടെ നേരെയാണ്. എന്താ? അസംഭവ്യം, അസംഭവ്യം, അസംഭവ്യം. ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല. പിന്നെ ആരാണ്? ആ പുല്ലാണ്. ഏത് പുല്ല്? ഗർഭപ്പുല്ല്. ഓടാ പുല്ല്. നീ പോടാ പുല്ല്. ആണ്ട കിടക്കണ്. എന്റെ ആശ്രമത്തിൽ വന്നിട്ട് കണ്ണും കൈയും കാണിച്ച് എന്റെ കൊച്ചിനെ മയക്കെടുത്തും പോരാഞ്ഞിട്ട് ഇപ്പൊ ഇള്ളാക്കുഞ്ഞ് ചമയുന്നു. ആഹാ, കൊള്ളാലോ. എന്റെ കൊച്ചിനോട് ഇങ്ങനെ കാണിച്ചതിന് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെ സാക്ഷി നിർത്തി നിന്നെ ഞാൻ ശപിക്കുന്നു. ഐ വിൽ ബ്രേക്ക് യു. ആരുടെ ഇവിടെ ഉടക്ക് നടക്കുമ്പോ അവിടുന്ന് തനിയാവർത്തനം വായിക്കുന്ന? അയ്യോ വേണ്ടച്ച, ശപിക്കരുത്. ശപിക്കും, ഞാൻ ശപിക്കും. വേണ്ടച്ച, ഇതുപോലൊരു ശാപം കാരണമാ ഇദ്ദേഹം എന്നെ മറന്നുപോയത്. വേണ്ടേ, തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ, തന്റെ മോള് വന്ന് നോക്കത്തില്ല. കാലേവാരി ഞാൻ വിജയത്തായിരുന്നു. എനിക്ക് വേറൊരു വൃത്തികെട്ട മോൻ കൂടിയുണ്ട്. ഒരാൾക്ക് രണ്ട് വൃത്തികെട്ട മുഖമോ? മഹാരാജൻ, എന്താണ്? ഒരു സന്തോഷ വാർത്തയുണ്ട്. ഏത് ചാനലിലാ വന്നത്? ചാനലിലോ? അതല്ല രാജൻ, മുക്കുവശ്രേഷ്ഠൻ കൊണ്ടുവന്ന മീൻ വെട്ടിക്കഴുകാൻ എടുത്തപ്പോൾ അങ്ങയുടെ കളഞ്ഞുപോയ മോതിരം അതിനുള്ളിലിരിക്കുന്നു. മഹാ അത്ഭുതം. എവിടെ നോക്കട്ടെ? ദാ നോക്ക്. അയ്യോ, ഇതെന്റെ മോതിരമാണല്ലോ. ഇപ്പോഴെനിക്ക് എല്ലാം ഓർമ്മ വരുന്നു. മഹാപാപി. അയ്യോ, ഞാനെന്ത് തെറ്റാ ചെയ്തേ? തന്നെയല്ല, ഞാൻ എന്നെ തന്നെ വിളിച്ചതാ. ഞാനൊരു പാപിയാണ്. അയ്യോ അയ്യോ അയ്യോ. കാട്ടിൽ ബോറടിച്ചിരുന്ന എന്നെ സാമീപ്യം കൊണ്ട് സന്തോഷിപ്പിച്ച എന്റെ കന്യകേ, നീ എന്നോട് പൊറുക്കണം. ഇതെന്തുവാ ഈ പറയുന്നേ? അങ്ങയുടെ കൂടെ പൊറുക്കാനല്ലേ ഞാൻ ഈ വന്നേക്കുന്നത്. ആരവിടെ? എന്തരാജൻ? ഗന്ധരാജനല്ലടാ, ത്യാഗരാജൻ. എടാ പേട്ടത്തലയ മന്ത്രി. പറയൂ രാജൻ. മറയൂർ രാജനോ? അതാരാണ്? പറയൂ രാജാവേ. എടോ, ഈ സന്തോഷ സുദിനത്തിൽ നടക്കട്ടെ ആട്ടവും പാട്ടും. കള്ളി നിന്നെ ഉള്ളിനുള്ളിൽ സ്വർണ്ണച്ചെപ്പിൽ വെച്ചു എന്നെ തന്നെ തന്നു ഞാനടി. ഇന്നു നിന്റെ യൗവനത്തിൻ പൂമേനി ചുറ്റി തേടി വന്ന നാഗമാണ് ഞാൻ. എങ്ങനെയുണ്ടായിരുന്നു? തകർത്ത് വാരിയില്ലേ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കുറച്ച് നേരത്തേക്ക് ആ ദുഷ്യത്തിന്റെ ആ കാലത്തേക്ക് പോയി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ വളരെ മനോഹരമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ദുഷ്യന്തൻ, ഇന്നത്തെ മഹർഷി, ഇന്നത്തെ ഭടൻ എല്ലാവരെയും തകർത്തു. നമുക്കതാണല്ലോ വേണ്ട. ഓണമല്ലേ? അതെ, നമുക്ക് ചിരിക്കണം. ഓണം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണ്, ചിരിക്കാനുള്ളതാണ്. അത് അങ്ങേയറ്റം തന്ന ഉല്ലാസിനും ടീമിനും അങ്ങേയറ്റത്തെ എന്റെ മനസ്സറിഞ്ഞ അഭിനന്ദനം. സൂപ്പർ. പക്ഷെ എനിക്ക് ലൊക്കേഷനിൽ എത്തണം. ആണോ? അല്ല, തീരുമാനം അയ്യോ, ഇത്രയും സമയം ബിജു പോയില്ലേ? അയ്യോ, എനിക്ക് സിനിമയിലേക്ക് ചാൻസ് മേടിച്ചു തന്ന ആളാണ്. ഇനി ഒരുപാട് തരും. ശരിക്കും പിടിച്ചോ, ശരിക്കും പിടിച്ചോ. അല്ല, ഒരു ചാൻസ് കൊടുത്തായിരുന്നു. ആണോ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? അയ്യോ, അത് വൈകിട്ട് 7 മണിക്ക് ചെന്നാ മതിയല്ലോ. എന്റെ ഇതാണ് കുഴപ്പം സാർ. വൈകുന്നേരം 7 മണിക്കല്ല, ഇന്നലെ വൈകുന്നേരം 7 മണിക്കായിരുന്നു ആ സീൻ എടുക്കുന്നത്. അത് ശരി. അപ്പൊ കൃത്യനിഷ്ഠ പോരാ. അയ്യോ, കൃത്യനിഷ്ഠതയില്ല. അയ്യോ, ഞാൻ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന
സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട്. സെക്കൻഡ് ഹീറോ എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള വേഷമാണെന്ന്. ഒരു സെക്കൻഡേ ഉള്ളൂ. മരണ വീട്ടിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഹീറോയെ നോക്കുന്ന. ആ, ഒരു സെക്കൻഡ് മരണ വീട്ടിൽ ഹീറോ ആയിട്ടുള്ള വേഷം. അത് ഇന്നലെ ആയിരുന്നു. അത് വേറെ ആമ്പിള്ളേർ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, സമയം കൃത്യനിഷ്ഠ പാലിക്കും. ഞാൻ നാളെ രാവിലെ അങ്ങ് ചെന്നാലോ? ഇല്ലാന്ന് ആ വേഷം പോയി. ആ, ഇനി നിങ്ങൾ പോയിട്ട് കാര്യമില്ല കേട്ടാ. ഇനി ഞാൻ അങ്ങോട്ട് പോകണ്ടേ? ഇല്ല, നിങ്ങൾ പെട്ടെന്ന് ഇതൊന്ന് മാറ്റി തന്നാ മതി. ശരി എന്നാ. ഉണ്ടോ മനോഹരന് ഒറ്റ വരുത്തണതിന് കാരണം മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞ പോലെ ദുഷ്യന്തൻ വീണ്ടും ദുഷ്യന്തൻ സെക്കൻഡ് ഹീറോ. സെക്കൻഡ് ഹീറോ ആശാനിഞ്ഞ് വന്നേ. അല്ല, എന്തായാലും വന്നത് വന്നു. ആശാൻ ആ ഓണപരിപാടിയുടെ ലിസ്റ്റിംഗ് തന്നേ. നമ്മുടെ ബാലയുടെ ഓണപരിപാടിയുടെ ലിസ്റ്റിംഗ് തന്നേ. ഞാൻ ഇല്ല, ഞങ്ങളേ ഉള്ളൂ. പിന്നെ മാറ്റി നിനക്ക് പകരം ഞാൻ ഒരു ബംഗാളിയെ ഏർപ്പാടാക്കി. അപ്പൊ ദുഷ്യന്തനോ സെക്കൻഡ് ഹീറോ സെക്കൻഡിൽ ഇവിടുന്ന് ഇറങ്ങിക്കോണം. അല്ല ആശാനെ, ഒരു അങ്ങനെ മനോജേട്ടൻ വീണ്ടും നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി മനോജേട്ടന്റെ കുറച്ച് നമ്പറുകളും വിശേഷങ്ങളും. നമ്പർ എന്ന് പറഞ്ഞാൽ ഈ പാട്ടാ ഉദ്ദേശിച്ച കേട്ടോ. എനിക്ക് പറയാനുള്ളത് ബാലയുണ്ടല്ലോ, നമ്മുടെ ഉല്ലാസ് ആൻഡ് ടീമിന്റെ ബാലെ തകർത്ത് സൂപ്പർ. എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയൊരു കലാരൂപമായിരുന്നു ബാലെ. കാരണം ഞാൻ കോട്ടയം തിരുനക്കര മൈതാനത്ത് നാമ്പടം മഹാദേവക്ഷേത്രം ഇവിടെയൊക്കെ മണ്ണി പോയിരുന്ന കടലയും കുറിച്ച് ഈ നോട്ടല്ലേ കാരണം ഇത് ഭയങ്കര സെറ്റിങ്സും കളർഫുൾ ഡാൻസറും എങ്ങനെ വരുന്നു, മറ്റൊരു വരുന്നു, ഉടനെ അപ്പുറത്ത് ഡയലോഗ് പറഞ്ഞ് ഇപ്പുറത്ത് ഒരാൾ പോകുന്നു, രാജാവ് നിൽക്കുന്നു. ഭയങ്കര രസമാണ്. ഇതിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്, ബാലയുടെ സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ പറയുന്നത് തൃപ്പൂണിത്തറ അരവിന്ദാക്ഷ മേനോൻ. അദ്ദേഹത്തെ നമിക്കണം. കാരണം അക്കാലത്ത് ഇദ്ദേഹം മഹാവിഷ്ണുവായിട്ടും ശിവനായിട്ടും ഒരു ഏത് വേഷം ചെയ്താലും എന്തൊരു വേഷച്ചെറിച്ചത്. എണ്ണക്കാട് നാരായണൻകുട്ടി, അങ്ങനെ കുറെ മഹാന്മാരായ ആൾക്കാരുണ്ട്. മുമ്പൊക്കെ ബാലയെ കാണാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോമഡി ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ. വേറെ എന്താ, നാരായണത്ത് ഭ്രാന്തൻ എന്ന ഒരു ബാലെ. അത് നാരായണത്ത് ഭ്രാന്തന്റെ ക്യാരക്ടർ അറിയാലോ. താഴെ കിടക്കുന്ന പാറ ഇങ്ങനെ ഉരുട്ടി, അത് ഭാവാഭിനയമാണ്. ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ആ സ്റ്റേജിന്റെ നടുക്ക് ഇങ്ങനെ ഒരു മലയുണ്ട്. ആ മലയിലോട്ട് കയറ്റി വെച്ചിട്ട് ചിരിച്ചിട്ട് വീണ്ടും ഈ പാറ ഇങ്ങനെ തള്ളിവിടും. അപ്പൊ ഒരു പ്രാവശ്യമായി, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം പാറ തള്ളിവിട്ടപ്പോ ഈ പാറ എന്ന് പറയുന്നത് ഒറിജിനൽ പാറയല്ലല്ലോ, ആക്ടിങ് ആണ്. മറ്റേ പേസ്പോർട്ട് കൊണ്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ തള്ളി വെച്ചിട്ട് ഇതങ്ങ് തള്ളിയിട്ട് കൊടുത്തപ്പോൾ ഇത് നേരെ ഉരുണ്ട് ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരുന്ന പിള്ളേരുടെ ഇടയിലോട്ട് അങ്ങ് ഉരുണ്ട് വീണു. ഉടനെ ഒരു പയ്യൻ ചാടി എഴുന്നേറ്റ് തട്ടി അങ്ങോട്ട് ഇട്ടിട്ട്, ദാ മാമ ഇതങ്ങോട്ട് തള്ളി കയറ്റി കാലുകൊണ്ട് ആ പാറയെ തട്ടി അങ്ങ് വിട്ട്. സിമ്പിളായിട്ട് അത്രയും നേരം ബാബാവിനെയൊക്കെ ചെയ്ത അങ്ങേര്, അനിയ ഒന്ന് ചുമ്മാ അല്ല അനിയ, നാരായണത്ത് പറയുന്നത് അനിയ തട്ടല്ലേ ചുമ്മാ അല്ലേ, വീണ്ടും ഇതിനാ. അങ്ങനെ ആ ബാലയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് വീണ്ടും ഒന്നിവിടെ പുനരുജ്ജീവിപ്പിച്ചു. ചേട്ടന് ഇഷ്ടപ്പെട്ട സിനിമയിൽ മറക്കാൻ പറ്റാത്ത ഡയലോഗ് വല്ലതുണ്ടോ? രാജമാണിക്യത്തിൽ എനിക്കൊന്ന് ചമയത്തില്, ഭരതേട്ടന്റെ ചമയത്തില് ഞാനൊരു തിരുവനന്തപുരം ഭാഷ ഞാൻ വാളിയായിട്ട് നടന്നു. വെറും വാളി, വെള്ളം കുടിച്ച് കടപ്പുറത്തൂടെ മീനും പിടിക്കാതെ തോന്നിയാസനൊക്കെ നിർത്തനാണ്. ഇവനെ ആശാൻ എന്ന് പറയുന്നത് മുരളിച്ചേട്ടൻ്റെ ക്യാരക്ടറാണ്. പുള്ളി പുരാണ നാടകങ്ങൾ, ക്രിസ്തീയ പുരാണ നാടകങ്ങൾ ചെയ്യുന്ന ആളാണ് ആശാൻ, എസ്തപ്പൻ ആശാൻ. എൻ്റെ ക്യാരക്ടർ ഒരു ആൻഡോയെ ഒരു ദിവസം കള്ള് ഷാപ്പിൽ വെച്ച് കാണുകയും അവിടെ വെച്ച് ഞങ്ങൾ കൂടിച്ചേരുന്ന ഒരു പാട്ടിലൂടെയാണ്. അതാണ് അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ്? ഞാനല്ല പരുന്തല്ല തെരകളല്ല ചെമ്മാനം വാഴണ തുറയറയാൻ അങ്ങേ കടവില് പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ്? എന്റെ പോന്നോ കഥാപ്രസംഗം എനിക്കറിയാം. ഹാർമോണിയം മറ്റേ തവലയും കൂടെ വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. ഇത് കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ സിനിമയിലുള്ള സഹപ്രവർത്തകർ അവര് ചോദിക്കും, നോക്കൂ മനോജനും അല്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു ഡയലോഗുണ്ട്. അപ്പൊ ഈ ആശാൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, നീ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സാധനം. ഞാൻ അടിമയാണ്, അടിമയും രാജകുമാരിയും എന്നാണ് ആ സിനിമ, ആ നാടകത്തിന്റെ പേര്. അതിൽ പറയാൻ പറയും. അപ്പം ഇരുമ്പാണികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സേ. രാജപ്രതാപങ്ങളുടെ ഗർവിന് മുന്നിൽ അടക്കാനുള്ളതല്ല
ഞങ്ങളുടെ നിർമ്മല സ്നേഹം 1000 സൂര്യചന്ദ്രന്മാർ അസ്തമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ഇവളെ സ്നേഹിക്കുന്നു, ഇവളെയാണോ? ഇവളെ എല്ലാവരെയും. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജി മാർട്ടിൽ ഇനി ഒരു ചെറിയ ഇടവേള. എന്താണ് ജംന പ്യാരി? നമ്മൾ ഈ നടക്കില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല. എന്താ രാവിലെ ഇവിടെ മറച്ചിലൂടെയൊക്കെ ഒരു കോമഡി പറഞ്ഞ മീനൊക്കെ ഫ്രഷ് ആണോ ചേട്ടാ? ജീവനുണ്ട്, ഉറക്കവാ. മോനെ എനിക്ക് വീട്ടിൽ പോവാം. നിലാമലരേ നിലാമലരേ കുഞ്ഞിരാമേണ്ട കാണാൻ ഇപ്പൊ ചെത്തായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ബച്ചേട്ടനെ പോലുണ്ട്. ഓ ശ്രീനി, മാറിയൊക്കെ നിൽക്കുന്ന ഞാൻ ഭയങ്കര തല്ലിപ്പൊളിയാണ്. ഫാദർ ഒറ്റപ്പുഴക്കഴിഞ്ഞു സ്വന്തം ശരീരമുണ്ട്, അത് മറ്റുള്ളവർക്ക് ശരിയായി തോന്നാൻ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹനഗാനം. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ, പെൺമേഘ കസവാലേ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജി മാർട്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ഊഴമാണ് ഓണമായിട്ട്. എന്താണ് ഊഴം? ചോദ്യം ചോദിക്കാൻ പോണോ നമ്മള്? ആ ചോദിച്ചോ. ചോദിക്കല്ലേ? ഇത് കുറച്ച് പ്രത്യേകിച്ച് ഊഴം എന്താണ്? എന്റെ പൊന്നേട്ടാ, ഇതിലെ സെഗ്മെന്റില് നമുക്ക് ചിരിക്കാൻ പറ്റുന്നത് ഏറ്റവും ചളു സെഗ്മെന്റ് എന്ന് പറയും. സുരാജേട്ടാ കഷ്ടം കേട്ടാ. എന്താ ചേട്ടാ, ഞാൻ ഈ സുരാജേട്ടന്റെ ഒപ്പത്തിനെത്താൻ ശ്രമിക്കുന്ന ആ ലെവലിലോട്ട് ഇറങ്ങി ചെല്ലണമല്ലോ. അപ്പൊ ശരി, ഇത് 3 കുസൃതി ചോദ്യങ്ങളാണ് കേട്ടോ. അയ്യോ, പറ. അപ്പൊ രണ്ടുപേർക്കും ആലോചിച്ച് ഉത്തരം പറയാം. സുരാജേട്ടന്റെ സഹായം ചേട്ടന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ത്? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്ന്. ബംഗാളികൾ. ബംഗാളിലുണ്ടല്ലോ. ബംഗാളിലല്ലേ ഏറ്റവും കൂടുതൽ? അതിനേക്കാളും കൂടുതൽ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ആരാ? മലയാളികൾ. അതായിരുന്നു ഉത്തരം. കറക്റ്റ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോ സംഭവിക്കാതിരിക്കട്ടെ, ഇനിയിപ്പോ മലയാളികളുടെ അടുത്ത് അങ്ങനെ ചോദിക്കുകയാണ്, അല്ലെ ബംഗാളിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ബംഗാളിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ബംഗാളില് വേറെ വിശേഷമൊന്നുമില്ല, പിന്നെ അവിടെ നമ്മളെ കുറച്ച് റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മലയാളികളെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന ഇത് നേരെ അങ്ങോട്ട് തിരിയും. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന വണ്ടി ഏത്? കേരളത്തിൽ നിന്നും വിദേശത്തിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന വണ്ടി ഏതാണ്? പറയാം. കശുവണ്ടി. കലക്കി സൂപ്പർ. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ഇത് ഓഡിയൻസിന്റെ സപ്പോർട്ടോട് കൂടി മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടതാ. ഓക്കെ. അവധി ദിവസം മാത്രം പ്രവർത്തിക്കുന്ന സ്കൂൾ. അവധി ദിവസം മാത്രം പ്രവർത്തിക്കുന്ന സ്കൂൾ. സൺഡേ സ്കൂൾ. കറക്റ്റ് ആണോ? ഞാൻ പറഞ്ഞില്ലേ? ഈ സംസാരം നിർത്തുന്നതിന് മുമ്പ് ഒരു ഓണത്തെക്കുറിച്ച് ഓണപ്പാട്ട് ഒന്ന് പാടണം. ഓണപ്പാട്ട് എന്റെ സുരാജ് ആകെപ്പാടെ ഒരു 3 എണ്ണം കണ്ടുണ്ട് മലയാളത്തിൽ. അത് വെച്ചാണ് നമ്മൾ ഈ കളിക്കുന്നത്. ഞാൻ പാടാം, പറയാൻ മനസ്സിലാവും. അതായത് കേരളം ഉണ്ടായിട്ട് ആകെ 3 ഓണപ്പാട്ട്. അതായത് ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂ, ഈ പാട്ട്. അടുത്തത് അത്തപ്പൂവും നുള്ളി അത്തപ്പൂവും നുള്ളി. പിന്നെ വേറെ തിരുവോണപ്പുലരിയിൽ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഈ പാട്ട്. ഇതൊന്നുമല്ല, വേറൊരു പാട്ട് നീ തന്നെ പറ. അധികം അടുത്ത വർഷങ്ങളിൽ പാടാത്തൊരു പാട്ടെന്ന്, പഴയ പാട്ട് തന്നെയാണ് അത്. ഒരു നല്ലയും പാടാം. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ, പെൺ
വെൺമേഘ കസവാലേ ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി അവൾ മധുഹാസം തൂകി ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജി മാർട്ടിൽ ഇനി ഒരു ചെറിയ ഇടവേള. എന്താണ് ജംന പ്യാരി? നമ്മൾ ഈ നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല. എന്താ രാവിലെ ഇവിടെ മരത്തിൻ്റെ ഇവിടെയൊക്കെ ഒരു കോമഡി പറഞ്ഞേ? മീനൊക്കെ ഫ്രഷ് ആണോ ചേട്ടാ? ജീവനുണ്ട്, ഉറക്കവാ. ബാമോനെ എനിക്ക് വീട്ടിൽ പോവാം. നിലാമലരേ നിലാമലരേ കുഞ്ഞിരാമേണ്ട കാണാൻ ഇപ്പൊ ചെത്തായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ബച്ചേട്ടനെ പോലുണ്ട്. ഓ ശ്രീനി, മാറിയൊക്കെ നിൽക്കുന്ന ഞാൻ ഭയങ്കര തല്ലിപ്പൊളിയാണ്. ഫാദർ ഒറ്റപ്രാക്കളെ സ്വന്തം ശരീരമുണ്ട്, അത് മറ്റുള്ളവർക്ക് ശരിയായി തോന്നാൻ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. Yes. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹനഗാനം. Welcome back to Luna's Comedy Super Night powered by Gopu Nandila G Mart. ഈ വർഷത്തെ ഓണത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളുടെ ഏടുകളിലൊന്നാണ് സുരാജ് നയിക്കുന്ന ഈ പ്രസ്റ്റീജിയസ് പ്രോഗ്രാം. ഇതിൽ വരാൻ കഴിഞ്ഞത് ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ല എൻ്റെ ഓർമ്മകളിലുള്ള വിഭവമായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കേരളം മുഴുവൻ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോമഡി സൂപ്പർ നൈറ്റ്. കോമഡി സൂപ്പർ നൈറ്റിന്റെ വക ചേട്ടനും കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ടീമിന്റെ ഓണാശംസകൾ. Luna's Comedy Super Night powered by Gopu Nandila G Martന്റെ ഈ ചിരിക്കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ബൈ. ആരാ മനസ്സിലായില്ല? ദേവിക. എന്തൊക്കെ പാൻറില്ലേ മിയ? പങ്കായടുത്താണോ പുള്ളി പായസം വളക്കുന്നത്? അടിച്ചിട്ട് നിന്നാണോ? അയ്യോ ഈശ്വര രക്ഷിക്കൽ സ്വാമി, എന്നെയും പിള്ളേരെ രക്ഷിക്കൽ. ഇത് മതി. നിലാമലരേ നിലാമലരേ തച്ച മുറുക്കി തുപ്പിയ വക 50,500. ബാഹുബലിയുടെ സെറ്റിൽ ചായ കൊടുത്തതിന് 25,000 രൂപ ആയിട്ടുള്ളൂ. സെൽഫി